ഹലോ ഗൈസ്, വെൽക്കം ടു GJ Vs. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബസൂക്ക മൂവിയുടെ റിവ്യൂ ആണ്. ബസൂക്ക മമ്മൂക്ക നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ്. അറിയാലോ, മമ്മൂക്ക ഇപ്പോൾ കുറച്ച് നാളായിട്ട് സിനിമയിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുകയാണ്. സോ നമുക്കറിയില്ല ഇപ്പം മമ്മൂക്കയുടെ എന്താണ് ഹെൽത്ത് കണ്ടീഷൻ. ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. സോ എനിവേസ് അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഇന്നലെ രാത്രി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു ഗെയിമിംഗ് ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു മൂവിയാണ് എന്നുള്ള രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. സോ എനിവേസ് ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്. ഇന്നലത്തെ മമ്മൂക്കയുടെ ആ പോസ്റ്റും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയി. സോ ഈ സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത് ഡീനോ ഡെന്നിസ് ആണ്. ഡീനോ ഡെന്നിസ് തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള നമ്മുടെ ജോൺ ചെറിയക്കിനെ അവതരിപ്പിച്ചിരിക്കുന്ന മമ്മൂട്ടിയും പിന്നീട് ഗൗതം വാസുദേവ് മേനോനാണ് ബെഞ്ചമിൻ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബേസിക് ഒരു പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സ്പോയിൽ ചെയ്യാത്ത രീതിയിൽ വളരെ ഒരു മൈന്യൂട്ടായിട്ട് പറഞ്ഞു പോകാം. ഒരു മോഷ്ടാവ് ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം മോഷണങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അദ്ദേഹത്തിനൊരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ ആ ഒരു മോഷ്ടാവിനെ പിടിക്കാനായിട്ട് വരുന്ന പോലീസും ആ പോലീസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തുന്ന ഫോറൻസിക് ഉദ്യോഗസ്ഥനായിട്ട് മമ്മൂക്കയും, ആ പോലീസ് ഓഫീസറായിട്ട് ഗൗതം മേനോനും ആ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനായിട്ട് മമ്മൂക്കയും, ഇവർ രണ്ടുപേരും സ്റ്റാർ ചെയ്യുന്ന സൂപ്പർബായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു മൂവി തന്നെയാണ് ബസൂക്ക. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ നമ്മൾ സിനിമയിൽ കണ്ടുവരുന്ന ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺസ് എന്നൊക്കെ ഒരു മാറിയിട്ട് കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ ആണ്. ഗെയിമുകൾ കളിച്ച് ശീലമുള്ളവർക്ക് അല്ലെങ്കിൽ ഗെയിമിംഗ് ഒക്കെ അറിയാവുന്നവർക്ക്, വാലോറന്റ്, ടെമ്പിൾ റൺ മുതലായിട്ടുള്ള ഗെയിംസ് കളിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പല സിറ്റുവേഷൻസും അല്ലെങ്കിൽ എന്തുകൊണ്ട് അതൊക്കെ നടക്കുന്നു എന്നുള്ളത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഇതിനകത്ത് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും പ്രധാന കഥാപാത്രങ്ങൾ മമ്മൂക്കയും ഗൗതം വാസുദേവ് മേനോനാണ്. പിന്നെ ഒരുപാട് കോ ആക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്, പ്രധാനമായിട്ടും അല്ലാത്ത ചെറിയ റോളുകളിലൊക്കെ ആയിട്ട്. സോ ഇതിന്റെ പ്രൊമോഷൻസിനൊന്നും നമുക്ക് എത്തിയിരുന്നില്ല. സോ ഹൈപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിരുന്നതാണ്. പക്ഷേ എന്തായാലും ഫസ്റ്റ് ഡേയുടെ ഒരു റിപ്പോർട്ട് വരുമ്പോഴത്തേക്കും നല്ല ഒരു ഹൈപ്പിലേക്ക് എത്തും. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ക്ലൈമാക്സിലെ ഒരു ലാസ്റ്റ് 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം അതുവരെ സിനിമ ഒരു സ്ലോ പേസിൽ ഇങ്ങനെ പോയിട്ട് ലാസ്റ്റത്തെ ആ 20 മിനിറ്റ്സിലാണ് കയറി ഹൈ ആവുന്നത്. മ്യൂസിക് അടിപൊളിയാണ്. പിന്നെ ക്യാമറ വർക്ക്സ് ആണെങ്കിൽ അല്ലാതെ ഇതിനകത്ത് ഒരുപാട് VFX യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആനിമേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സംഭവങ്ങളെല്ലാം നൈസായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിലൊരു പ്രധാനപ്പെട്ടൊരു രംഗമുണ്ട്, ഒരു മോഷണം. അത് ചിത്രീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് ആനിമേഷനിലൂടെ കാണിച്ചിട്ടുണ്ട്. അത് വൃത്തികേടില്ലാത്ത രീതിയിൽ തന്നെ അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്, ഓക്കേഷായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ പിന്നെ മമ്മൂക്കയുടെ ആക്ടിങ് ഞാൻ എടുത്ത് പറയാനുള്ളത്, മമ്മൂക്ക കുറച്ച് നാളിന് ശേഷമാണ് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. ഭയങ്കര രസമാണ്. നമുക്ക് ഇതിലിങ്ങനെ സ്ക്രീനിൽ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് വന്നിറങ്ങിയിട്ട് ആ ഒരു നമ്മളൊരു ഗ്രേറ്റ് ഫാദറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ആ ഒരു കൈൻഡ് ഓഫ് മമ്മൂക്കയാണ് ഇതിനകത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗൗതം വാസുദേവ് മേനോൻ ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടില്ല BGM സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈറ്റ് മമ്മൂക്കയുടെ തന്നെ ഫൈറ്റുകളൊക്കെ ഉണ്ട്, സൂപ്പർബാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തത് ഇതിനകത്തൊരു ബസ് ജേണിയാണ്. സിനിമ തുടങ്ങുമ്പോൾ മുതൽ ഏകദേശം ഒരു ഇൻ്റർവെൽ കഴിയുന്നവരെ ബസ് ജേണിയാണ്. ആ ഒരു സമയത്ത് അത് ഭയങ്കര ഒരു ലാഗിങ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ബസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ജോമോൻ ജോദറിനെയൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ജോക്സ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. പേഴ്സണലി എല്ലാം ഭയങ്കര ചളിയായിട്ടാണ് തോന്നിയത്. സോ അത്തരം കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും സിനിമ ഒന്ന് പുറകിലേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കയുടെ ആ ഒരു ഫൈറ്റും അല്ലെങ്കിൽ ആ സ്ലോ മോഷൻ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു ഹൈ കിട്ടും. പിന്നെ ഹിസ് എ കിങ് എന്ന് പറഞ്ഞിട്ടൊരു BGM വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. ആ BGM പ്ലേ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ഹൈ ആയിട്ട് കിട്ടുന്നുണ്ട്. അല്ലാതെ പറയുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഡൗൺ ആയി പോകും. പിന്നെ ഗെയിമിങ്ങിൽ തന്നെ ഈ ഗെയിം കളിക്കാത്തവർക്ക് അല്ലെങ്കിൽ ഗെയിമിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. സോ അതൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരുവിധം എൻഗേജിങ് ആയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലാഗൊക്കെ വന്ന് പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ മുതലത്തേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒന്ന് നൈസായിട്ട് ഒന്ന് ഹൈ ആവുന്നുണ്ട്. അതായത് എന്താ പറയുക, കുറച്ചുകൂടെ ടൈറ്റായി മാറുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ. അതുവരെ ഇങ്ങനെ ഒരുപാട് ലൂസൻസ് ആയിട്ട് പിന്നെ മെല്ലെ ഇങ്ങനെ കണക്ട് ആയി വരും. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ എത്തുമ്പോഴത്തേക്കും അത് നമുക്കൊക്കെ ഈ ആദ്യമേ മനസ്സിലാവുന്ന കാര്യം ഇതിനകത്ത് പോലീസുകാർക്ക് വളരെ പതുക്കെയൊക്കെയാണ് മനസ്സിലാവുന്നത്. സോ അങ്ങനെ കണക്ട് ചെയ്ത് ലാസ്റ്റ് ഇതിലൊരു സംഭവത്തിലേക്ക് എത്തുകയും പിന്നീട് ഉണ്ടാകുന്ന ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊള്ളാം. എല്ലാം മൊത്തത്തിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ആ ലാസ്റ്റത്തെ 20 മിനിറ്റ്സ് ആണ്. ആ ലാസ്റ്റത്തെ 20 മിനിറ്റ്സ് വിൽ ഷുവർലി ബ്ലോ യുവർ മൈൻഡ്. ഉറപ്പായിട്ട് നിങ്ങൾ മൈൻഡ് ബ്ലോൺ ആയിട്ടിരിക്കുക ആ ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ്സ്. അതുവരെ ആ സിനിമ എത്തുന്നത് വളരെ സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്താണ്. സോ അതിൻ്റേതായ ആ ഒരു ലാഗും കാര്യങ്ങളും സിനിമയുടെ ആ ഒരു മേ ബി ബോക്സ് ഓഫീസ് കളക്ഷനെയും ആളുകളുടെ ഇടയിലുള്ള അഭിപ്രായങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ കളിയാക്കേണ്ടവർക്ക് കളിയാക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ആദ്യത്തെ ഒരു തമാശകളൊക്കെ തന്നെ വെറും ചളികളാണ്. വളരെ ഈ വാട്സാപ്പിൽ പോലും ഇപ്പോൾ കാണാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും ലോ ആയിട്ടുള്ള ചളികളാണ് ഫസ്റ്റ് ഹാഫിലെ തമാശകൾ എന്ന് പറഞ്ഞാൽ. സോ അതൊക്കെ ആർക്കും കണക്ട് ആവാനുള്ള സാധ്യതയില്ല.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കളിയാക്കാൻ മൂടായിട്ടിരിക്കുന്നവരിപ്പോൾ ചിലർ വന്നിട്ട് മറ്റേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നവന്നൊക്കെ പറഞ്ഞ് എമ്പുരാനിൽ കളിയാക്കിയിരുന്നല്ലോ. സോ അത്തരത്തിൽ കളിയാക്കാനായിട്ട് മൈൻഡുള്ളവർക്ക് കളിയാക്കാനുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. പക്ഷെ അല്ലാതെ നമ്മളൊരു സിനിമ എന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്കും ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ളൊരു സിനിമയാണ്. സൂപ്പറായിട്ട് അവരത് എടുത്തു വെച്ചിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ പല ലുക്സിൽ ഭയങ്കര രസമായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ആ ഒരു മോഷണങ്ങളും വെല്ലായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണയായിട്ട് സിനിമകളിൽ കണ്ടുവരാത്ത രീതിയിലുള്ള മോഷണങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് മൊത്തത്തിൽ സിനിമ എസ്പെഷ്യലി ആ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും സിനിമ നമുക്ക് ഫുൾ ജസ്റ്റിഫിക്കേഷൻ തരും. എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ആ ഒരു ലോജിക്കൽ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് തോന്നും, ഇതെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നുള്ള, അതൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർ സോർട്ട് ചെയ്ത് തരും. സോ മൊത്തത്തിൽ എനിക്ക് സിനിമ ഒരു ആവറേജ് അല്ലെങ്കിൽ എബവ് ആവറേജ് എക്സ്പീരിയൻസ് ആണ്. ക്ലൈമാക്സ് കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു, പക്ഷേ സിനിമ മൊത്തത്തിൽ ഒരു എബവ് ആവറേജ് എക്സ്പീരിയൻസ് ആണ്. സോ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-ൽ ഒരു 3 കൊടുക്കും. കാരണം ഈ ഒരു സംവിധായകൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. സോ ആ ഒരു അറ്റംപ്റ്റ് എന്നുള്ള നിലയ്ക്കും സൂപ്പറായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. പിന്നെ നമുക്ക് ഇത്തരം സംവിധായകർക്ക് അവസരം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഒരു ലെജൻഡിനെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെറിയൊരു ഫാൻ ബോയ് സംഭവം പോലെ തന്നെ നമുക്ക് തോന്നും. കാരണം ഒരു ഫാൻ ബോയ് എങ്ങനെയാണ് മമ്മൂക്കയെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുക അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അമൽ നീരദിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്. സോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ ഒരു എബവ് ആവറേജ് ഒരു 3/5 റേറ്റിംഗ് കൊടുക്കുന്നു. സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse എന്ന് പറഞ്ഞ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോസായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അതുവരെ കിറ്റ്സ് മീ ജി സൈനിങ് ഓഫ്. ബൈ.